Hey guys, it's me Aldin and welcome back to another great new video. So in the video, we will talk about the SLC result. So SLC result is a doubt. Science, commerce, humanities, doubt. So I don't know confusion So, I have a mark full episode. I have a mark science. The other mark almost humanities on the trend. So, I have a discussion. So, I have discussion. ഒരു പ്ലാൻ ഇല്ലാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് വരെ കാണാം. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന കാര്യത്തിൽ ഒരു പ്ലാനും ഇല്ലാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. സോ എന്തായാലും അതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെലൈക്കൻ ഈ ഒരു വീഡിയോ ഷെയർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള എക്സസൈസുകാരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എന്തായാലും സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മാർക്ക് കൂടുതൽ സയൻസ് എടുക്കുന്നുണ്ട്, അതുപോലെ മാർക്ക് കുറവുള്ള കൊമേഴ്സ് എടുക്കുന്നത്, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നുണ്ട്. സോ ഇതൊക്കെ അല്ലാതെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും ഇതിലോട്ട് ഡെപ്തിൽ ഇറങ്ങി ചെന്ന് മെച്ചർ ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഈ കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, സയൻസ് എടുക്കണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു ഗോളാണ്. ഞാൻ എന്ത് രീതിയിലാണ് ഞാൻ അറിയപ്പെടുന്നത്, എന്ത് കരിയർ ഓപ്ഷനാണ് എനിക്ക് വേണ്ടത്, അതുപോലെ എന്ത് ഫീൽഡിലാണ് ഞാൻ ഇനി ജോലി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു തീരുമാനമാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു കൊമേഴ്സ് എടുക്കണോ, സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും നമ്മൾ ഏത് രീതിയിലാണ് ജോലി ചെയ്യേണ്ടത്, ഏത് പൊസിഷനിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. സോ ചിലർക്ക് അത് ഡോക്ടർ ആണെന്നുണ്ടായിരിക്കും, ചിലർക്ക് എഞ്ചിനീയർ ആണെന്നുണ്ടായിരിക്കും, ചിലർക്ക് ആണെന്നുണ്ടായിരിക്കും, ചിലർക്ക് പൊളിറ്റീഷ്യൻസ് ആണെന്നുണ്ടായിരിക്കും, ചിലർക്ക് IPS IAS ഇങ്ങനെയൊക്കെ പോകണമെന്നുണ്ടായിരിക്കും. സോ പലരും പല രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്. സോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരിക. സോ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ഏതാണ്, നമ്മൾ എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് എന്തെടുക്കണം, സയൻസ് എടുക്കണം, കൊമേഴ്സ് എടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനിക്കണം. പക്ഷേ കാരണം പൊളിറ്റീഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ചിലത് സയൻസ് പഠിക്കാറുണ്ട്, ചിലർ കൊമേഴ്സ് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ IAS IPS ഒക്കെ ആവണമെന്നുള്ളവർ ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്നില്ല, അവർ ചിലപ്പോൾ സയൻസും കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നവരുണ്ട്. ഓക്കെ, നമ്മൾ എവിടെ എത്തണം എന്നാണ് നമ്മളൊരു പ്ലാൻ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ താല്പര്യമാണ്, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് വിഷയങ്ങളാണ്. സോ നമുക്ക് ചില ആളുകൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളായിരിക്കും. സോ അവരാണെങ്കിൽ സയൻസ് എടുക്കണം. അല്ല, ഇനി ചിലർക്ക് അത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ചില ആളുകൾ കൊമേഴ്സിലോട്ട് വരാം, ചിലർക്ക് ഹ്യൂമാനിറ്റീസ് പോകാറുണ്ട്. സോ അങ്ങനെ പല ആളുകൾ ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ പേടിച്ചിട്ട് നമ്മൾ മറ്റൊരു ഇതിലോട്ട് പോയത്. ഇപ്പം ചില ആളുകൾ മാത്സ് പേടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കൊമേഴ്സിലോട്ട് ഹ്യൂമാനിറ്റീസ് വരുന്നവരുണ്ട്. സോ അവരോട് ഇങ്ങനെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു വിഷയത്തെ പേടിച്ചിട്ട് നമ്മൾ ഒരു ഇതിലോട്ടും പോയത്. സോ നമുക്ക് എന്താണ് ആഗ്രഹം അതിനനുസരിച്ച് നമ്മൾ പോവുക. ചിലർക്ക് ഡോക്ടർ ആണെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർ മാത്സ് പഠിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിറ്റീസിലോട്ടോ വരാറുണ്ട്. സോ അതല്ലാതെ അതിനപ്പുറം നമ്മൾ പേടിക്കണം, നമ്മൾ ആ ഒരു എന്ത് പഠിക്കണം എന്ന കാര്യത്തിൽ താല്പര്യപ്പെട്ട് നമ്മൾ അതിന് അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഏതാണ്, ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാണ്, അതിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ള ഫീൽഡായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചില ആളുകൾ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കാറുണ്ട്, ചില ആളുകൾ സയൻസ് തിരഞ്ഞെടുക്കാറുണ്ട്, ഹ്യൂമാനിറ്റീസിൽ പോകാറുണ്ട്. സോ അങ്ങനെയുള്ള പല പല ഓപ്ഷൻസും പലരും എടുക്കാറുണ്ട്. സോ ഈവൻ മാർക്കുള്ളത് പോലും ഹ്യൂമാനിറ്റീസിന് അയാൾക്ക് ഇപ്പോൾ എടുത്തു പോകുന്നുണ്ട്. സോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നത്. പ്ലസ് ടു കാര്യങ്ങളൊക്കെ നമ്മുടെ ഫീൽഡ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്ലാൻ ഇല്ലാത്തവർക്ക് എന്തെടുക്കണം, സയൻസ് എടുക്കണം, കൊമേഴ്സ് എടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന കാര്യത്തിൽ ഒരു പ്ലാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താവണം കാര്യത്തിൽ ഒരു പ്ലാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ അവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സയൻസ് ആയിരിക്കും. കാരണം അവർക്കൊരു പ്ലാനില്ല, എന്താവണം, എവിടെ എത്തണം, അതുപോലെ തന്നെ ഏത് പൊസിഷനിലായിരിക്കും ഞാൻ ഇരിക്കേണ്ടത് കാര്യത്തിൽ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സയൻസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അഥവാ ചില ആളുകൾ നേരത്തെ തീരുമാനിച്ചു വെക്കാറുണ്ട്, എനിക്ക് ഇന്നതാണോ, എനിക്ക് എഞ്ചിനീയർ ആണോ, എനിക്ക് സയൻറ്റിസ്റ്റ് ആണ് എന്നൊക്കെ കാര്യം തീരുമാനിച്ചു വെക്കാറുണ്ട്. അവർക്കാണെങ്കിൽ അവരനുസരിച്ച് പോവുകയാണ് നല്ലത്. സോ ഒരു പ്ലാൻ ഇല്ലാത്തവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സയൻസ് എടുക്കുന്ന കാര്യത്തിലാണ്. സോ ഇതിനുള്ള കാരണം എല്ലാവരും പറയുന്നത് സയൻസ് എടുക്കുന്ന ചിലരൊക്കെ പറയുന്നത് സയൻസ് എടുക്കുന്നത്. സോ ഇതിനൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം കൂടി ഈ ഒരു സയൻസ് എടുക്കുക എന്ന കാര്യത്തിലുണ്ട്. കാരണം ഈ സയൻസ് എടുത്താൽ തന്നെ നമുക്ക് ഏറ്റവും കുറേ എല്ലാ ഫീൽഡിലോട്ടും പോകാൻ. സോ നമുക്ക് കൊമേഴ്സ് എടുത്താൽ നമുക്ക് സയൻസ്, അതായത് എഞ്ചിനീയറിംഗ് ആകാൻ പറ്റില്ല, മെഡിക്കലിൽ കയറാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊന്നും പറ്റില്ല. ഹ്യൂമാനിറ്റീസ് എടുത്താൽ തന്നെ നമുക്ക് കൊമേഴ്സിൽ കയറുന്ന ജോലിയുടെ കാര്യങ്ങളൊന്നും കയറാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ സയൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും വൈഡ് തരമായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. അതുപോലെ കൊമേഴ്സ് എടുക്കുകയും കുറച്ച് കുറയാൻ പറ്റും, ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും കുറയും. സോ അങ്ങനെയുള്ള ഒരു കാര്യം ഇതിലുണ്ട്. സോ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് സയൻസ് എടുക്കുന്നത് കാര്യം.
സോ ഒരു പ്ലാൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സയൻസ് എടുക്കാം, അല്ലെങ്കിൽ അതല്ലെങ്കിൽ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ. സോ ഇതാണ് നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ എന്തായാലും നിങ്ങൾ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. സോ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സോ അതാണ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.